ഡിയർ ഫ്രണ്ട്സ്, ഇത് നമ്മളിപ്പം സോളാറിൻ്റെ വർക്കുകളാണ് ഈ കാണുന്നത്. അപ്പം മേളിൽ റൂഫിൽ നമുക്ക് കാണാം സോളാർ പാനലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും കേരളത്തിൻ്റെ പ്രത്യേക ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു സൂര്യനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പാടാണല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സൂര്യൻ്റെ സൺലൈറ്റിൻ്റെ ഒരു കണ്ടൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാം. ഇതിൽ അൾട്രാവയലറ്റും ഇൻഫ്രാറെഡ് റേഡിയേഷനാണ് മെയിനായിട്ട് കമ്പോണൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമുക്കിപ്പം KSEBിയുടെ ടവറുകളും നമുക്ക് കറണ്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റിനെ നമുക്ക് UV ആയിട്ടും ഇൻഫ്രാറെഡ് ആയിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൊബൈലിൻ്റെ ഒരു ടവറിൻ്റെ ഒരു കൺസെപ്റ്റോടുകൂടി നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുകയും, അതായത് നമുക്കിതിനെ ഒരു ട്രാൻസ്മിറ്ററും വേണം, റിസീവറും വേണം. ട്രാൻസ്മിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടവറിൻ്റെ കൂടെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഓൾറെഡി. ഇത് നമ്മുടെ വർക്കുകളിലേക്ക് ഒരു റിസീവറും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഇൻഫ്രാറെഡും അൾട്രാവയലറ്റ് റേസ് ആയിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്കതിനെ ഒരു ഡിജിറ്റൽ വഴിയോ നമുക്ക് റിസീവ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു സോളാർ എനർജി നമുക്ക് ഈ വണ്ടിയിലേക്ക് എത്തിക്കുകയും അതുവഴി നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിപ്പം പൊല്യൂഷൻ കുറയ്ക്കുകയാണല്ലോ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എഥനോളൊക്കെ ആണെങ്കിലും പെട്രോളൊക്കെ കലർത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതുപോലത്തെ ഒരു റിന്യൂവൽ എനർജിയൊക്കെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ലൊരു സംവിധാനമായിരിക്കുമെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു.